ഹായ് ഫ്രണ്ട്സ്, പാറൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി ചൂരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ കോട്ടയം സൈഡിലൊക്കെ ചെയ്യുന്ന മാതിരിയുള്ള മീൻകറിയാണ് ഇന്ന് ചെയ്യുന്നത്. എന്നാൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ചൂര നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റണം. തീ കുറച്ച് വേണം വയ്ക്കേണ്ടത് ഈ സമയത്തെല്ലാം. പിന്നെ വേണ്ടത് ഒരു 3.5 സ്പൂൺ മുളക് പൊടിയാണ്. ഇത് എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ മിക്സാണ്. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഇതിലോട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഡയറക്റ്റായിട്ട് ആ ഒരു എണ്ണയിലോട്ട് ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം. ഇനി ആ ഒരു പേസ്റ്റ് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ ഒരു ശകലം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയാണ്. ഈ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇത് കുടംപുളിയാണ്. ഒരു 3 കഷ്ണം കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയതായിട്ട് കീറി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതാണ്. അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒഴിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കിനി കഷ്ണം ഇടാൻ പാടുള്ളൂ. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഈ കായപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്, നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം ഏകദേശം ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഈ തിളച്ച് വരുന്ന അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് വേവിക്കണം. ഈ ആദ്യം വയ്ക്കുമ്പോൾ നല്ല തീ തന്നെ വെക്കണം. കറി ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഇത് സിമ്മിലോട്ട് ആക്കാം. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. കാരണം ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കറിയൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഏകദേശം തിളച്ച് വരുമ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വയ്ക്കും. ഫുൾ അടയ്ക്കത്തില്ല. ഇപ്പോൾ ഏകദേശം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണിത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ കറി ഇന്ന് രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നിപ്പോൾ രാത്രിയാണ് വെച്ചത്. ഇനി നാളെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നല്ലപോലെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.